തളിപ്പറമ്പിലുണ്ടായ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കളക്ടർ അരുൺ കെ വിജയനും ഇ പി ജയരാജനും സംഭവസ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞു. അരുൺ കെ വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് 50ഓളം കടകൾ കത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരമെന്നാണ്. കൂടാതെ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നത് ഒരു വ്യക്തമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വിവരം നൽകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ചുള്ള തീരുമാനമൊക്കെ പിന്നീട് കൈക്കൊള്ളുമെന്ന ഒരു കാര്യമാണ് അരുൺ കെ വിജയൻ മാധ്യമങ്ങളോട് സംസാരിച്ച വേളയിൽ പറഞ്ഞത്. കൂടാതെ ഇപ്പോൾ 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായിട്ടുള്ളത് ഇവിടെ എത്തിയിട്ടുണ്ട്. തളിപ്പറമ്പ് തീ അണയ്ക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമായെങ്കിലും പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ കെ കോംപ്ലക്സിനുള്ളിൽ തീ കത്തുന്നുണ്ട്. അത് പൂർണ്ണമായും അണയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസം എന്നുള്ളത് ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. അത് തന്നെയാണ് പ്രധാനമായ ആശ്വാസം. പിന്നെയുള്ള ഒരു കാര്യം, ആർക്കും തന്നെ ഒരു ആളപായം ഉണ്ടായിട്ടില്ല. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആളപായത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നതും ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തളിപ്പറമ്പ് ടൗണിനെ കുറിച്ച് വരികയാണെങ്കിൽ ഇപ്പോഴും ഗതാഗത നിയന്ത്രണമുണ്ട്. അതിനൊരു ഇളവ് വന്നിട്ടില്ല. ഇപ്പോഴും തളിപ്പറമ്പ് ടൗണിൽ ഗതാഗത നിയന്ത്രണം ഉള്ളതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഇങ്ങനെ തീ പടരാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ്, ഇതിന്റെ കാരണം എന്നതിന് ഒരു വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എന്നൊരു പ്രാഥമിക നിഗമനം ഉണ്ടെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് കുറച്ചും കൂടി പരിശോധിക്കേണ്ടിയുണ്ട്. ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പറഞ്ഞിരുന്നു, തളിപ്പറമ്പ് കണ്ട ഏറ്റവും വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. ശരിയാണ്, തളിപ്പറമ്പിൽ ഇതിനു മുമ്പൊന്നും ഇത്രയും വലിയ തീപിടുത്തമോ നാശനഷ്ടമോ ഉണ്ടായിരുന്നില്ല. തളിപ്പറമ്പ് കണ്ട ഏറ്റവും വലിയൊരു തീപിടുത്തം തന്നെയായിരുന്നു. നാളെ ഒരു അവലോകന യോഗം ഇവിടെ സിവിൽ സ്റ്റേഷൻ താലൂക്കിൽ നടക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, നഷ്ടപരിഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ ആ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് വിചാരിക്കുന്നു. പിന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം തളിപ്പറമ്പ് MLA എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്തായാലും ഇതൊരു വലിയൊരു തീപിടുത്തം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇടപെട്ട് എല്ലാവിധ കാര്യങ്ങളും ഇതിനു വേണ്ടി തീ അണയ്ക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യും, എല്ലാ സുരക്ഷയും ഉറപ്പാക്കും എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു.